ഒരു പ്രത്യേക പ്രായം ഇസ്ലാം നിശ്ചയിച്ചിരുന്നുവെങ്കിൽ ഓരോ കാലഘട്ടത്തിൻ്റെയും അവർ ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാടിൻ്റെയും അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും അവരുടെ ശാരീരിക വ്യതിയാനത്തിൻ്റെയും അവരുടെ ഹോർമോൺ പ്രൊഡക്ഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ജൈവികമായ കാര്യങ്ങൾ, ലൈംഗികമായ കാര്യങ്ങൾ തോന്നിത്തുടങ്ങുന്ന പ്രായങ്ങൾക്കനുസരിച്ച് വൈവാഹിക കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ പൊതുവായി സ്വീകരിക്കുന്ന നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കുന്ന പ്രായത്തെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയും, എന്നാൽ ഒരു കാലഘട്ടം മുഴുവൻ ഇങ്ങനെ ഒരുപാട് ആളുകളുടെ വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. അതെല്ലാം ചരിത്രത്തിൽ വളരെ കൃത്യമായി രേഖപ്പെട്ട് കിടക്കെ തന്നെ 1400 കൊല്ലങ്ങൾക്കപ്പുറത്ത് ജീവിച്ച ഒരു മഹാനുഭാവനെ തെരഞ്ഞുപിടിച്ചാക്രമിക്കുന്നതിൻ്റെ പിന്നിലെ ചേതന എന്ത്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ പ്രേരകമെന്ത് എന്നതാണ് ഈ സദസ്സ്. മലയാളികൾ മുഴുവൻ ആയിരങ്ങൾ ലൈവായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ കൊച്ചു കവലകളിൽ, ടൗൺ കേന്ദ്രങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ബിഗ് സ്ക്രീനുകളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഒരുപോലെ ചിന്തിക്കേണ്ടത് ഇതാണ്. അതിനൊരു കൃത്യമായ ഉത്തരം ഞങ്ങൾ പറയുന്നു. അത് മറ്റൊന്നുമല്ല, ഇസ്ലാം ഇവിടുത്തെ കമ്പോളത്തിൻ്റെ, മാർക്കറ്റിൻ്റെ എല്ലാ പ്രേരകങ്ങളെയും പൊളിച്ച് തകർക്കുകയാണ്. നഗ്നതാ പ്രദർശനങ്ങളെ, പലിശയെ, ചൂതാട്ടത്തെ, ഊഹക്കച്ചവടങ്ങളെ എന്നുവേണ്ട മാർക്കറ്റ് അതിൻ്റെ ഒരു അടിസ്ഥാനമായി സ്വീകരിക്കുന്നത് എന്താണോ പിടിച്ചു നിൽക്കാൻ ഉപയോഗിക്കുന്ന മുഴുവൻ അടിസ്ഥാനങ്ങളെയും പൊളിച്ചെഴുതുമ്പോൾ മാർക്കറ്റിനെ നയിക്കുന്നവർക്ക് ഈ ഒരു ഫാസ്റ്റ് ഗോയിങ് റിലീജിയൻ, അതിവേഗം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഈ മതം, ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇതിനെ പ്രതിരോധിക്കാനുള്ള ഏക വഴി എത്രയോ അധിക്ഷേപങ്ങളെയും പ്രതിഷേധങ്ങളെയും പ്രതിരോധങ്ങളെയും നേരിട്ടുകൊണ്ടും ആൾരൂപങ്ങളില്ലാതെ, ചിത്രങ്ങളില്ലാതെ, ഓർമ്മ ഗോപുരങ്ങളില്ലാതെ മനുഷ്യ ഹൃദയങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട പ്രവാചകൻ അദ്ദേഹത്തെ ഹൃദയങ്ങളിൽ നിന്ന് ഇറക്കണമെന്ന അജണ്ടയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അദ്ദേഹം വിവാഹം കഴിച്ച പ്രായത്തെയും ബാക്കിയുള്ളതിനെയും വിമർശന വിധേയമാക്കുന്നത്. മാലിക് സലഫി പറഞ്ഞ വാചകങ്ങളെ 1 മിനിറ്റിൽ കൺക്ലൂഡ് ചെയ്യുന്നു ഞാൻ. ആയിഷ ബീവിക്ക് പരാതിയില്ല, അവരുടെ പിതാവിന് പരാതിയില്ല, അവരുടെ ഉമ്മക്ക് പരാതിയില്ല, നാട്ടുകാർക്ക് പരാതിയില്ല, അവരുടെ പ്രവാചക തിരുമേനിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സായുധാക്രമണങ്ങൾ വരെ നടത്തിയ ആളുകൾക്ക് പോലും പരാതിയില്ല. പ്രവാചകന്റെ സ്വഫിൽ തന്നെ നിന്നുകൊണ്ട് പ്രവാചകന്റെ കൂടെ നിൽക്കുന്നു എന്ന് വരുത്തി തീർത്തിക്കൊണ്ട് ഇടപെട്ട അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്ക് പരാതിയില്ല, ആർക്കും പരാതിയില്ല. പരാതിയുള്ളത് ആർക്കാണ്? ശവഭോഗം മുതൽക്ക് സ്വന്തം മാതാവിന്റെ സമ്മതമുണ്ടെങ്കിൽ അവരവരെ ഭോഗിക്കുന്നത് ധാർമ്മികതയാണെന്ന് വിശ്വസിക്കുന്നവർക്ക്, അവർക്കാണ് പരാതി. ആ പരാതിയെ നമ്മളിവിടെ തിരിച്ചറിയുകയാണ്. ആ കാലഘട്ടത്തിന്റെ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നിർവഹിക്കപ്പെട്ട ഈ വിഷയത്തെ നമ്മൾ വളരെ കൃത്യമായി ഈ ഒരു സദസ്സിൽ, ഈ ഒരു ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ തന്നെ വളരെ കാലഘട്ടങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, ഓരോ നിമിഷവും ലോകത്തിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയമാണ് എന്ത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ വളർത്തുപുത്രൻ ഭാര്യയായി സ്വീകരിച്ചിരുന്ന സ്ത്രീയെ, അഥവാ സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹമോചനം ചെയ്യിപ്പിച്ചു എന്നും, എന്നിട്ട് ആ വളർത്തുപുത്രൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായി സ്വീകരിച്ചുവെന്നും, അത് ധാർമ്മികത സംസാരിക്കുന്നവർക്ക് യോജിക്കുന്നതല്ലെന്നും, അത് അദ്ദേഹത്തിൻ്റെ സമ്പൂർണതയെ ബാധിക്കുന്നുണ്ട് എന്നും ഒരു വിമർശനമുണ്ട്. ആ വിമർശനത്തിനുള്ള ഉത്തരവുമായി നമ്മളോടൊപ്പം ചേരുന്നു ആദരണീയനായ സാദിഖ് മദീനി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. മാന്യനായി ജീവിച്ചിരുന്ന മഹാനായ സെയ്ദ് ബിൻ ഹാരിസിനെ ഒരു കൂട്ടം കൊള്ളക്കാർ പിടിച്ചുകൊണ്ടുവന്ന് മക്കയിലെ അടിമച്ചന്തയിൽ വിൽക്കുകയും പ്രവാചക പത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതൃ സഹോദരൻ ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു വാങ്ങുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹാനന്തരം തൻ്റെ കീഴിലുണ്ടായിരുന്ന സെയ്ദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനമായി നൽകി. അന്ന് മുതൽ ആ പ്രവാചകന്റെ മകനെ പോലെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സെയ്ദിനെ കണ്ടിരുന്നത്. ലോകം പറഞ്ഞിരുന്നത്
ഹിബ്ബുർ റസൂൽ, റസൂലിൻ്റെ സ്നേഹഭാജനമെന്നായിരുന്നു. മക്കക്കാർ പറഞ്ഞിരുന്നത് മുഹമ്മദ് സെയ്ദ് ഇബ്നു മുഹമ്മദ്, മുഹമ്മദിൻ്റെ മകൻ സെയ്ദ് എന്നായിരുന്നു. അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന ദത്ത് സമ്പ്രദായം, ആ ദത്ത് സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം മകനെ പോലെ സെയ്ദിനെ കാണുകയുണ്ടായി. കാലങ്ങൾ കഴിഞ്ഞു. വിവാഹപ്രായമെത്തിയപ്പോൾ സെയ്ദിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിച്ചത് ഖുറൈശി വംശജയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മായിയായിരുന്ന ഉമൈമയുടെ മകൾ സൈനബ് ബിൻത് ജഹ്ഷിനെയായിരുന്നു. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയായിരുന്നു. ഇവിടെ കല്യാണം കഴിച്ച ശേഷം അവരുടെ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ഒരു കാലത്തടിമയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ച വിശുദ്ധ ഖുർആനിൽ പോലും ഒരു സ്വഹാബിയുടെ നാമം വന്നിരിക്കുന്നുവെങ്കിൽ ഈ ഒരു സെയ്ദ് മാത്രമാണ്. അങ്ങനെയുള്ള സെയ്ദിന് മുസ്ലിം സമൂഹത്തിൽ ഉച്ചനീചത്വങ്ങളില്ല, കുലമഹിമയില്ല, നീതിയാൻ, സമത്വമാണ് എന്ന് വിളിച്ചോന്നതിൻ്റെ പ്രതീകമായി മഹദിയായ സൈനബ് ബിൻത് ജഹ്ഷിനെ വിവാഹം ചെയ്തു കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരിത്രത്തിൽ അതിമഹത്തായ ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയായിരുന്നു. പക്ഷേ അല്പകാലം കഴിഞ്ഞപ്പോൾ അവരുടെ കുടുംബത്തിൽ ചില താളപ്പിശകുകളുണ്ടായി, ചില പ്രശ്നങ്ങളുണ്ടായി. കുലീനയായ സൈനബും അടിമയായിരുന്ന സെയ്ദും തമ്മിലുള്ള പ്രശ്നം ഒരു കുഫുവെക്കാത്ത വിവാഹമായി തീരുകയും അത് പ്രശ്നമായി തീരുകയും ചെയ്തു. ആ സംഭവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിൽ 37-ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഉത്ബോധനം ഉണ്ടാകുന്നു. ഇവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോവുകയില്ല. പ്രവാചകരെ അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അന്ന് കാലത്തുള്ള ദത്ത് സമ്പ്രദായം അത് പൊളിച്ചെഴുതണം. അതുകൊണ്ട് നിങ്ങളുടെ മകനെ പോലെ സമൂഹം കാണുന്ന, എന്നാൽ താങ്കളുടെ ദത്ത് പുത്രനായ സെയ്ദിൻ്റെ ഭാര്യ അവർ വിവാഹമോചനം ചെയ്ത് അവരുടെ ഇദ്ദ കഴിഞ്ഞാൽ താങ്കൾ വിവാഹം കഴിക്കണമെന്ന അള്ളാഹുവിൻ്റെ റസൂലിനുള്ള കൽപ്പനയുണ്ടാകുന്നു. പക്ഷേ സമൂഹത്തിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ആ ആചാരത്തെ എങ്ങനെ എതിർക്കണമെന്നറിയാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊരു പ്രബോധന വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ ആളുകളോട് പറഞ്ഞില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരൽപ്പം ഗുണദോഷിക്കുകയാണ്. വതുഖ്ഫീ ഫീ നഫ്സിക്, ഈ കാര്യം തങ്ങൾ മനസ്സിൽ മറച്ചു വെക്കുകയാണല്ലേ. വല്ലാഹു മുബ്ദി, ഇത് അല്ലാഹു വെളിവാക്കി തന്നെ ചെയ്യുമെന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിധവയായിരുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹു വിവാഹമോചനം ചെയ്ത സൈനബിനെ വിവാഹം കഴിച്ചു എന്നതാണ് പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അടിമയെ ഏറ്റെടുത്തു എന്നതാണ് പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ഉച്ചനീചത്വങ്ങളില്ല, നീതിയാൻ, സമത്വമാണ്. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും എന്ന് പ്രാവർത്തിക ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി സൈനബിനെയും അടിമയായിരുന്ന സെയ്ദിനെയും തമ്മിൽ വിവാഹം കഴിപ്പിച്ചു എന്നതാണ് പ്രശ്നം. അതല്ല, സെയ്ദ് തൻ്റെ കൽപ്പനയാൽ വിവാഹം കഴിപ്പിച്ച് പിന്നീട് ആ വിവാഹമോചനം കഴിഞ്ഞ് വിധവയായിരിക്കുന്ന സൈനബിനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഏറ്റെടുത്തു എന്നതാണ് പ്രശ്നം. അതുമല്ല, അള്ളാഹുവിൻ്റെ കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ പകർത്തി എന്നതാണ് പ്രശ്നം. അതുമല്ല, ചരിത്രബോധമില്ലാത്ത, ഇസ്ലാമിൻ്റെ ചരിത്ര വായന എങ്ങനെ മനസ്സിലാക്കണമെന്ന് വായിക്കാത്ത ചില ആളുകൾ കെട്ടിയുണ്ടാക്കിയ ചില കിംവദന്തികളിൽ മുസ്ലിം സമൂഹം വിശ്വസിച്ചില്ല എന്നതാണ് പ്രശ്നം. സൈനബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങേയറ്റത്തെ അനുരാഗമുണ്ടായിരുന്നുവെന്നും ഒരിക്കൽ സെയ്ദിന്റെ വീട്ടിൽ കയറിച്ചെന്ന വേളയിൽ സൈനബിനെ കണ്ടുവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിൽ ആകൃഷ്ടരായി എന്നുമൊക്കെയുള്ള അബദ്ധജടിലമായ ചരിത്രങ്ങൾ, ആ ചരിത്രങ്ങൾ വിശ്വസിക്കുവാൻ മുസ്ലിം സമൂഹം കൂട്ടാക്കിയില്ല എന്നതാണ് പ്രശ്നം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എന്താണ് പ്രശ്നം, ആരാ പ്രശ്നക്കാര്?
ലൈംഗികമായി ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രശ്നമേയല്ല എന്നും അതിനുവേണ്ടി വാദിക്കുകയും അതിനുവേണ്ടി സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുകയും അതിനുവേണ്ടി കാശ് ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് പ്രശ്നം. പ്രിയമുള്ളവരെ, മനസ്സിലാക്കണം, ഇസ്ലാം ദത്ത് സമ്പ്രദായം പരിപൂർണമായി അവസാനിപ്പിച്ചു എന്നാണോ? സെയ്ദിനെ ഒരു ദത്തുപുത്രനായി ഏറ്റെടുത്ത് നിഷിദ്ധമാണോ എന്നാണോ? ഇസ്ലാമിന്റെ ബാലപാഠം മനസ്സിലാക്കിയ ആളുകൾക്ക് അറിയാം, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണെന്ന് 2 വിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതീമിനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞത്. വലാ യഹുദു അലാ തുആമിൽ മിസ്കീൻ, സാധുവിനെ തിരിഞ്ഞു നോക്കാത്ത, ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്ത ആളുകൾ മതത്തെ കളവാക്കിയവരാണെന്ന് പ്രഖ്യാപിച്ച വിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണ്ട എന്ന് പറയുന്നവരാണോ? ഒരു വിധവയെ സംരക്ഷിക്കുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നത് പോലെയാണെന്ന് പ്രഖ്യാപിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെയുള്ള സാധുക്കളെ സംരക്ഷിക്കണ്ട എന്ന് പറയുന്നവരാണോ? ഇസ്ലാമിൽ സക്കാത്തിന്റെയും സദഖയുടെയും പ്രാധാന്യം മനസ്സിലാക്കാത്ത ആളുകൾ ആരാണുള്ളത്? പിന്നെ എന്തായിരുന്നു പ്രശ്നം? എന്തുകൊണ്ട് അന്ന് നിലവിലുണ്ടായിരുന്ന ദത്ത് സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചില്ല? ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അന്ന് സമൂഹത്തിലുണ്ടായിരുന്ന സമ്പ്രദായങ്ങളോട് ഇസ്ലാം 2-3 നിലപാടുകളാണ് എടുത്തിരുന്നത്. ഒന്ന്, ചില സമ്പ്രദായങ്ങളെ പരിപൂർണമായി തള്ളിക്കളഞ്ഞു. അതിൽപ്പെട്ടതാണ് അന്ന് നിലവിലുണ്ടായിരുന്ന വിവാഹങ്ങളിൽ 4 സമ്പ്രദായങ്ങളിൽ 3 വ്യഭിചാര സമാനമായിരുന്നു, അത് ഒഴിവാക്കി. കച്ചവടത്തിൽ മൈസർ, ചൂതാട്ടം സാർവത്രികമായിരുന്നു, നിഷേധിക്കുകയും നിരോധിക്കുകയും ചെയ്തു. പലിശ നിരോധിച്ചു. ഇങ്ങനെ സമൂഹത്തിലെ ജീർണതയിലേക്ക് തള്ളിവിടുന്ന കുറേ സമ്പ്രദായങ്ങളെ ഇസ്ലാം അവിടെ ഒഴിവാക്കിയാണ് ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ അംഗീകരിച്ച കുറേ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. മുലയൂട്ടൽ സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിന് മുമ്പ് തന്നെ അറേബ്യൻ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. ഉമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ മുലയൂട്ടുന്നത് മറ്റൊരു സ്ത്രീയായിരിക്കും. ഇസ്ലാം അംഗീകരിച്ച കാര്യമാണ്. കുഞ്ഞുണ്ടായാൽ 7-ാം ദിവസം മുടി കളയണമെന്നും അതേപോലെ തന്നെ അറിവ് നടത്തണമെന്നും ജാഹിലിയത്തിലെ നിലനിന്നിരുന്ന സമ്പ്രദായം ഇസ്ലാം അംഗീകരിക്കുകയാണ് ചെയ്ത് ചില സമ്പ്രദായങ്ങളിൽ, ചില നിയമങ്ങളിൽ ഭേദഗതികൾ നടത്തുകയും ചെയ്തു. ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ദത്ത് സമ്പ്രദായം എന്തായിരുന്നു? 2 പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, അത് മകന് സമാനമായിരുന്നു. മകൻ എങ്ങനെയാണോ മകനെ നോക്കിക്കാണുന്നത് അതേപോലെ തന്നെ ദത്തുപുത്രനെയും നോക്കിക്കണ്ടിരുന്നു എന്നാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ ജഅല അദ്ഇയാഅകും അബ്നാഅകും, നിങ്ങളുടെ ദത്തുപുത്രന്മാർ നിങ്ങളുടെ സ്വന്തം മക്കളെ പോലെയല്ല, പെറ്റുമ്മയും പോറ്റുമ്മയും ഒരേപോലെയല്ലാത്തതുപോലെ മകനും ദത്തുപുത്രനും ഒരേപോലെയല്ല എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ദാലിക ഖൗലുകും ബിഅഫ്വാഹികും, നിങ്ങളുടെ വിടുവായത്തങ്ങൾ മാത്രമാണ് എന്നും അത് നിങ്ങളുടെ വാക്കുകൾ, വായിലൂടെ വരുന്ന ഏതാനും വാക്കുകൾ മാത്രമാണ് എന്നും വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി. അപ്പോ മക്കളും ദത്തുപുത്രന്മാരും ഒരേ സ്റ്റേജിലല്ല. 2, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഉദ്ഉഹും ലിആബാഇഹിം വഅഖ്സതു ഇൻദല്ലാഹ്, നിങ്ങൾ ആളുകളെ പേര് വിളിക്കേണ്ടത് അവരുടെ പിതാവിലേക്ക് ചേർത്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദത്തുപുത്രനായി ഏറ്റെടുത്ത സെയ്ദിനെ പോലും മക്കക്കാർ വിളിച്ചിരുന്നത് സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്നാണ്. എത്രത്തോളം ആ സ്നേഹബന്ധം വളർന്നു എന്നറിയുമോ? ഒരിക്കൽ കാലങ്ങൾക്ക് ശേഷം സെയ്ദിന്റെ പിതാവ് ഹാരിസിന് ഒരു വാർത്ത ലഭിക്കുകയുണ്ടായി. മുഹമ്മദിന്റെ കയ്യിൽ തൻ്റെ മകനുണ്ട് എന്ന വാർത്ത അറിഞ്ഞപ്പോ ആളുകളെ പറഞ്ഞയച്ചുകൊണ്ട് എൻ്റെ മകനെ എനിക്ക് വിട്ടുതരണേ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ സെയ്ദ് വേണോ? സെയ്ദിന് തീരുമാനിക്കാമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹഭാജനം, പ്രവാചകന്റെ സ്വഭാവം തൊട്ടറിഞ്ഞ സെയ്ദ് പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുക്കുന്നത് എൻ്റെ പിതാവല്ല, എൻ്റെ പിതാവിനേക്കാൾ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ റസൂലുള്ളയാണ്, ഞാൻ റസൂലിന്റെ കൂടെയാണെന്ന് പറഞ്ഞ ആ സെയ്ദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തി വിളിച്ചിരുന്നത്. ഖുർആൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാവിലേക്ക് ചേർത്തി വിളിക്കണമെന്ന. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? വിശുദ്ധ ഖുർആൻ വളരെ കർശനമായി ആ കാര്യം പറഞ്ഞപ്പോ
വമൻ ഇദ്ദഅ ഇലാ ഗൈരി അബി, റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾ സ്വന്തം പിതാവിലേക്കല്ല ചേർത്ത് വിളിക്കുന്നത് എങ്കിൽ വഹുവ യഅലം, ഇക്കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ പിതാവ് ഇന്നയാളാണ് എന്ന് അബദ്ധം പറഞ്ഞുവാൽ ഇല്ല കഫർ, അത് സത്യനിഷേധമാണ്, നന്ദികേടാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അല്ലെങ്കിലും ആർക്കാ സ്വന്തം മകൻ, ആ മകന്റെ പിതാവ് മറ്റൊരാളെന്ന് പറയുമ്പോൾ ആർക്കാ സഹിക്കാൻ കഴിയുക? രണ്ടാമത് സ്വന്തം മകനും ദത്തുപുത്രനും ഒരേപോലെയല്ല എന്ന് പറയുന്നത് കാരണം കുറേ നിയമങ്ങൾ, പ്രശ്നങ്ങളുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് അനന്തരമുണ്ടാകുക, മരിച്ചു കഴിഞ്ഞാൽ ദത്തുപുത്രന്മാർക്ക് ഒരിക്കലും അതിൽ അവകാശമുണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ അന്ന് നിലവിലുണ്ടായിരുന്ന കുറേ സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആ നിലവിലുണ്ടായിരുന്ന ദത്ത് സമ്പ്രദായത്തെ ഇല്ലാതെയാക്കി. കാലങ്ങളായി നടന്നു വരുന്ന സമ്പ്രദായം കേവലം ഒരൊറ്റ വാക്കുകൾ കൊണ്ട്, ഒരൊറ്റ പ്രസംഗങ്ങൾ കൊണ്ട് മാറിപ്പോകുക, മാഞ്ഞു പോകുക എന്നത് കഴിയാത്ത കാര്യമായിരുന്നു. അല്ലാഹുവിൻ്റെ അപാരമായ ഹിക്മത്ത് കൊണ്ടാണ് ഈ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാവർത്തികമായി തന്നെ കാണിച്ചു കൊടുക്കണമെന്ന്. സ്വന്തം മകന്റെ ഭാര്യ, അവരെ വിവാഹം കഴിക്കാൻ പാടില്ലല്ലോ, അതേപോലെ തന്നെ ദത്തുപുത്രന്റെ ഭാര്യയെ അവർ വിവാഹമോചനം ചെയ്തു കഴിഞ്ഞാൽ, അവരുടെ ഇദ്ദ കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്നായിരുന്നു അവരുടെ ഇടയിലുണ്ടായിരുന്ന വിശ്വാസം. ആ വിശ്വാസത്തെ മുച്ചൂടും മാറ്റിയെടുക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിലെ 37-ാമത്തെ ആയത്തിലൂടെ വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വല്ലാഹു അഹഖു അൻ തഖ്ശാ ഫലമ്മാ ഖദാ സൈദും മിൻഹാ വതറൻ സവ്വജ്നാകഹാ. സൈദ് റളിയല്ലാഹു അൻഹു സൈനബിനെ വിവാഹമോചനം ചെയ്ത് അവരുടെ ഇദ്ദ കഴിഞ്ഞതിന് ശേഷം നാം താങ്കൾക്ക് അവരെ വിവാഹം ചെയ്തു തന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇല്ലേ, സമൂഹത്തിലുണ്ടായിരുന്ന ചില സമ്പ്രദായങ്ങൾ നീക്കണമെങ്കിൽ അതിന് വലിയ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും. സമൂഹത്തിലുള്ള ധൂർത്ത് വിവാഹങ്ങളും സ്ത്രീധര വിവാഹങ്ങളും ഒഴിവാക്കുവാൻ ഒരു പക്ഷേ വലിയ പണക്കാരനായിരുന്നാലും ശരി ഒരു ലഘുവായ വിവാഹം നടത്തേണ്ടി വരും. 1930-കളിൽ ദണ്ഡിയാത്ര ഗാന്ധിജി സംഘടിപ്പിച്ചപ്പോൾ എന്തേ ഗാന്ധിജിക്ക് അവിടെ പ്രസംഗം മതിയായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് ദണ്ഡി യാത്രയായി കടപ്പുറത്തേക്ക് പോയത്? തൻ്റെ പ്രവൃത്തി പദത്തിലൂടെ അത് കാണിച്ചു കൊടുക്കട്ടെ, മാറ്റമുണ്ടാകട്ടെ എന്നതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമ്പ്രദായത്തെ ഇസ്ലാം അവിടെ നിരോധിക്കുകയുണ്ടായത് എന്നാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ സൈനബ് റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദിന്റെ ഭാര്യ സൈനബിനെ ഉള്ളാൽ ആഗ്രഹിച്ചിരുന്നു എന്ന കെട്ടുകഥ കേവലം കിംവദന്തി മാത്രമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കണം, ഇത്തരം കഥകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ചേർത്ത് വെക്കുവാൻ കഴിയുക? വിശുദ്ധനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ പ്രവാചകനെങ്ങാനും സൈനബിനെ ആവശ്യമായിരുന്നുവെങ്കിൽ, സൈനബിനെ വിവാഹം കഴിക്കേണ്ടിയിരുന്നുവെങ്കിൽ എന്തേ ആദ്യമേ കഴിച്ചാൽ പോരെ? കാരണം മുമ്പേ അറിയാം തൻ്റെ അമ്മായിയുടെ മകളാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രഖ്യാപനമായി പറയുന്നത്, സയ്യിദ് റളിയല്ലാഹു അൻഹു അവരെ വിവാഹമോചനം ചെയ്യുവാൻ തീരുമാനിച്ച് റസൂലുള്ളാഹിയോട് പറയുമ്പോൾ അംസിക് അലൈക സൗജക്, സയ്യിദ് വിവാഹമോചനം ചെയ്യരുത്, അവരെ പിടിച്ചു വെക്കണമെന്ന. നബിക്കെങ്ങാനും മനസ്സിൻ്റെ അകതാരിൽ ഇങ്ങനെ സൈനബിനോട് വല്ലാത്ത ആകാംക്ഷയുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞില്ല? ഏതൊരു പുരുഷനും ഒരു സ്ത്രീ മറ്റൊരാൾ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ഭാര്യയാകണമെന്നാണല്ലോ ആഗ്രഹിക്കുമെങ്കിൽ സയ്യിദ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ആദ്യമേ വിവാഹം കഴിക്കാതിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ കേവലം കിംവദന്തികൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കണം. ഇസ്ലാമിൻ്റെ ബാലപാഠം അറിയുന്ന ആളുകൾക്കറിയാം, ഇസ്ലാമിൻ്റെ പ്രമാണം വിശുദ്ധ ഖുർആനും സുന്നത്തുമാണ്. ഒരു ചരിത്ര കഥയുണ്ടാകുമ്പോൾ ആ ചരിത്ര കഥ ഉദ്ധരിക്കുന്ന ആളുകൾ, ആ ആളുകളുടെ ബലാബലം പരിശോധിക്കേണ്ടതുണ്ട്. ആരാണ് ഈ ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? അവരോട് ആര് പറഞ്ഞു എന്ന് വ്യക്തമായി ചോദിച്ചറിഞ്ഞതിന് ശേഷം ആ പരമ്പരയുള്ള ആളുകളൊക്കെ വിശ്വസ്തരാണെങ്കിൽ മാത്രമേ ആ കഥ അംഗീകരിക്കേണ്ടതുള്ളൂ. നമ്മൾ വാഗൺ ട്രാജഡി ഹാളിലാണ് സമ്മേളിച്ചിരിക്കുന്നത്.
1921 നവംബർ മാസത്തിൽ ഈ രാജ്യത്ത് വലിയൊരു പ്രശ്നമുണ്ടായി, വാഗൺ ട്രാജഡി. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയുകയാണ്, അന്ന് ബ്രിട്ടീഷുകാർ ഇവിടെ വലിയ ബോംബിടുകയുണ്ടായി, 10,000-കണക്കിന് ആളുകൾ മരിച്ചുപോയി എന്ന് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു കൊടുത്തു. മകൻ മറ്റൊരാളോട് പറഞ്ഞു കൊടുത്തു. കുറേ കാലങ്ങൾക്ക് ശേഷം അവർ പറയും, ഈ കഥ എവിടുന്ന് കിട്ടി? അത് ഇന്നയാൾ പറഞ്ഞു. അയാളുടെ മകൻ പറഞ്ഞു, അയാളെ വാപ്പ പറഞ്ഞു. ശരി, ഈ 1974 ജീവിച്ച ഞാനെങ്ങനെയാണ് 1921 സംഭവിച്ച സംഭവത്തെ വക്രീകരിച്ചുകൊണ്ട് ചിത്രീകരിക്കുക, ചരിത്രം രേഖപ്പെടുത്തുക? അതുകൊണ്ട് ഇവിടെ ഈ ചരിത്രം കണ്ട ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനബ് ബിൻത് ജഹ്ഷുമായി അങ്ങേയറ്റത്തെ അഗാധമായ പ്രേമമുണ്ടായിരുന്നു എന്ന കെട്ടുകഥകൾ, ആ കഥകൾ ഉദ്ധരിക്കുന്ന ആളുകളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ജീവിച്ചവരല്ല, സ്വഹാബിമാരുടെ കാലത്ത് ജീവിച്ചവരല്ല. അത് കേവലം കിംവദന്തികൾ മാത്രമാണെന്ന് മനസ്സിലാക്കണം. ഹദീസുകളുടെ കൂട്ടത്തിൽ മുർസിൽ എന്ന് പറയുന്ന ഒരു പരമ്പരയുണ്ട്, അഥവാ സ്വഹാബിയെ ഉദ്ധരിക്കാതെ പറയുന്ന ആ സംഭവമാണ്. ഖത്താദ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിക്കുന്നത് ഹിജ്റ 61. ഹിജ്റ 61 മരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇല്ലാത്തൊരു കഥ ഉണ്ടാക്കുക? അതേപോലെ തന്നെ ഹിജ്റ 180 ശേഷം മരിച്ച അബ്ദുറഹ്മാൻ സയ്യിദ് ഇബ്നു അസ്ലം എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമാണ് ഈ കഥയൊന്ന് ഉദ്ധരിക്കുന്നത്. അതേപോലെ തന്നെ വാഖിദിയെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നു, അദ്ദേഹം പെരും കള്ളം മാത്രമേ പറയുകയുള്ളൂ. ആ പരമ്പരയിൽ തന്നെയുള്ള മുഹമ്മദ് ഇബ്നു ഹിബ്ബാൻ ഹിജ്റ 47 ജനിക്കുന്നത്. ഒരിക്കലും ചരിത്രവുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ എടുത്തുകൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹ ജീവിതത്തിൽ പുഴുക്കുത്തുകൾ ഉണ്ടാകുവാൻ ശ്രമിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. പ്രമാണങ്ങളെ പ്രമാണമായി മനസ്സിലാക്കിയ ഇമാം ഖുർത്തുബിയെ പോലുള്ള ആളുകൾ, ഇമാം ഇബ്നു ജരീർ തബരിയെ പോലുള്ള ആളുകൾ, ഇമാം ശങ്കീത്തിയെ പോലുള്ള ആളുകൾ, ആധുനികരും പൗരാണികരുമായ ആളുകളൊക്കെ അവരൊക്കെ തന്നെയും മനസ്സിലാക്കിയത് ഇത്തരം കെട്ടുകഥകളല്ല എന്നാണ്. ഖുർആൻ വ്യക്തമായി പറഞ്ഞ സൈനബിന്റെയും അതേപോലെ സയ്യിദിന്റെയും വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെയാണ് അവരുടെ ചരിത്രങ്ങളിലും വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനങ്ങളിലും പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരൊറ്റ കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനബിന്റെയും സയ്യിദിന്റെയും വിവാഹ ജീവിതം ആകെ കുളമാക്കി. അങ്ങനെ സൈനബിനെ തട്ടിയെടുക്കുവാൻ ഒരു ശ്രമമായിരുന്നുവെങ്കിൽ ഈ ഇസ്ലാമിൽ അന്ന് കാലത്ത് ആദ്യമായി അവിശ്വസിക്കേണ്ടത് സയ്യിദായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദ്യമായി തള്ളിക്കളയേണ്ടത് സൈനബായിരുന്നു. ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ ആകെ കൂടെ മോശമാക്കി എന്നെ തട്ടിയെടുത്ത പ്രവാചകരെ ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്ന് സൈനബ് ചോദിക്കുമായിരുന്നു. ചോദിച്ചില്ല എന്ന് മാത്രമല്ല, മറ്റു ഭാര്യമാരോട് അഭിമാനം പറയുമായിരുന്നു. നിങ്ങളെയൊക്കെ വിവാഹം ചെയ്തു തന്നത് നിങ്ങളെ വരികളും രക്ഷിതാക്കളുമാണ് എങ്കിൽ ഏഴാകാശത്തിന്റെ ഉപരിയിൽ നിന്ന് അല്ലാഹുവാണ് എന്നെ വിവാഹം ചെയ്തു കൊടുത്തത് എന്ന് അഭിമാനം പറയുമായിരുന്നു. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുഴുക്കുത്ത് കണ്ടുപിടിക്കുവാൻ സയ്യിദിന് സാധിച്ചോ? ഹിജ്റ 8 വർഷത്തിൽ അവിടെ വലിയൊരു യുദ്ധമുണ്ടായപ്പോൾ ആ യുദ്ധക്കളത്തിലേക്ക്, റോമാ സാമ്രാജ്യത്തിലേക്ക് പടനായകനായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയച്ചത് സയ്യിദിനെ. സയ്യിദ് പറഞ്ഞു, നബിയെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല, എനിക്കുള്ളിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു. ഇല്ല എന്ന് മാത്രമല്ല, ഒരു പക്ഷേ യുദ്ധക്കളത്തിൽ തിരിച്ചു വരുവാൻ പോലും സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ, പ്രവാചകന്റെ ചരിത്രം മനസ്സിലാക്കിയ, പ്രവാചകന്റെ വിശുദ്ധ ജീവിതം മനസ്സിലാക്കിയ സയ്യിദ് റളിയല്ലാഹു അൻഹു ആ യുദ്ധക്കളത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് രക്തസാക്ഷിയാകുകയുമാണ് ഉണ്ടായത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ പഠിക്കേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ട് ചരിത്രത്തിൽ ആരെങ്കിലും കടത്തിക്കൂട്ടിയ കെട്ടുകഥകൾ അതിൽ വിശ്വസിക്കണമെന്ന് നിർബന്ധിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ ജീവിതം കരിവാരി തേക്കുക മാത്രമാണ് ചെയ്യുന്നത്. സ്രോതസ്സുകളിൽ നിന്ന് മതം പഠിക്കണമെന്നും പ്രവാചകന്റെ ജീവിതം മനസ്സിലാക്കണമെന്നും സൂചിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ.